CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. 200ഓളം മുൻ കോൺഗ്രസ് MLA-മാരും MP-മാരും ഇപ്പോൾ BJP-യിലാണ്. 3 PCC പ്രസിഡന്റുമാർ ഇപ്പോൾ BJP നേതാക്കളായിട്ട് മാറി. പത്മജ വേണുഗോപാലൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രതാപന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അവരാണ് ഇപ്പോൾ കാലുമാറി പോയത്. ഇത്തരത്തിൽ കോൺഗ്രസ് എപ്പോഴും BJP ആവുന്ന സാഹചര്യത്തിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഇവിടെ 2 അക്ക സീറ്റ് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം BJPക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നും കേരളത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ആരുടെ സീറ്റിനെ സംബന്ധിച്ചാണ് മോഡി പറഞ്ഞിട്ടുള്ളത് എന്ന് കൗതുകപൂർവം പരിഗണിക്കണം, പരിശോധിക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ BJP-യിലേക്ക് ചേക്കേറിയിട്ടുള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയുന്ന പേരുകളാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് പറയാനുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം. നിങ്ങൾക്കറിയുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പിന്നെ വന്യമൃഗ പ്രശ്നം കേരളത്തിൽ സജീവമായ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. വന്യജീവികളുടെ അതിക്രമങ്ങൾ നേരിടുന്നതിന് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് മന്ത്രിസഭാ യോഗ തീരുമാനം പുറത്തു വന്ന കാര്യം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഭേദഗതിയോ വരുത്തിക്കൊണ്ട് മാത്രമേ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കൂ. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ക്ഷുദ്രജീവികളായ വന്യമൃഗങ്ങളെയും ജീവികളെയും വെടിവെക്കാനുള്ള അവകാശം വേണം എന്നതാണ്. ന്യായമായ അവകാശം. മനുഷ്യനെ പകവച്ച് എന്നിപ്പം പറയാൻ സാധിക്കില്ല. മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയാണ്. അത്തരം ജീവികളെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആവശ്യമുള്ള സന്ദർഭത്തിൽ വെടിവെച്ച് കൊല്ലുക തന്നെയാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഓർഡിനൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഭേദഗതി അവതരിപ്പിക്കണം. കേരളത്തിലെ പ്രതിപക്ഷ MP-മാരായിട്ട് ഇവിടെ 18 പേരുണ്ടായിരുന്നു. ഒരു കാര്യവും അവരിതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് നിരന്തരമായിട്ട് ആരോപണം ഉന്നയിക്കുക എന്നതിൻ്റെ അപ്പുറം ഈ വകുപ്പ് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷ MP-മാരാണ് ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കേരള ഗവൺമെൻറ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചിട്ടുള്ളതാണ്. ഒരക്ഷരം അതുമായിട്ട് ബന്ധപ്പെട്ട് മിണ്ടിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ മനുഷ്യ വന്യജീവി സംഘർഷമുള്ള മേഖല കണ്ടെത്തി പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആവശ്യമായ സമയത്ത് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഈ ദുരിതത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ശവം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ലാക്കോടുകൂടി ചില ആളുകൾ നീങ്ങിയിട്ടുള്ളത് എന്ന കാര്യം മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. മുഖപ്രസംഗം പോലും ചിലർ എഴുതിയിട്ടുണ്ട്.
118 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കാൻ വന്യജീവി മനുഷ്യ സംഘർഷ മേഖലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന സമിതികൾ യോഗം ചേരുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ കാര്യം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിയമം നിർമ്മിക്കുകയും BJP ഗവൺമെൻറ് നിയമം നടപ്പിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സംസ്ഥാനത്തിന് ഫലപ്രദമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്ഷുദ്ര ജീവികളായ മനുഷ്യരുമായി സംഘർഷത്തിലേക്ക് വരുന്ന ജീവികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്. അത് സാധിക്കണമെന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അഭിമന്യു വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ല എന്ന പുറത്തു വന്ന വാർത്ത സംബന്ധിച്ചാണ്. കാര്യം ശക്തിയായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരായ നടപടി സ്വീകരിക്കണം. അഭിമന്യു കേസ് വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. മാധ്യമ വാർത്തകൾ പ്രകാരം 2022 തന്നെ രേഖകൾ കാണാതായി എന്നാണ് മനസ്സിലാക്കുന്നത്. 2018 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇനിയും വിചാരണ തുടരാൻ കഴിയാത്ത അവസ്ഥ നിൽക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാനുള്ള തീയതി മാറ്റിവെക്കുകയായിരുന്നു. ഒന്നാം പ്രതിയെ കിട്ടിയത് കുറച്ച് വൈകിയാണ്. ഇതാണ് വിചാരണ തുടങ്ങുന്നതിന് താമസിച്ചത്. അതും ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ ആരാണോ ഉത്തരവാദി അവരെ കണ്ടെത്തി ഫലപ്രദമായ നടപടി സ്വീകരിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലുണ്ടായ പ്രശ്നം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. സിദ്ധാർത്ഥൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും മുഖം നോക്കാതെ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയായിരുന്നു പാർട്ടി ആദ്യം മുതലെടുത്ത നിലപാട്. അതിലിപ്പോൾ 18 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ മാത്രമാണ് ഇനി കിട്ടാൻ ബാക്കിയുള്ളത്. വളരെ വേഗം അയാളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വിഭാഗത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. SFIയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടത്. ആവശ്യമായ നിലപാടും നടപടിയും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മുഖം നോക്കാതെ ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടും ഉണ്ട്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.